വേണ്ടി അവർ മരുന്ന് കുടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെപ്പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാനസികമായി തളർന്ന് ഒരു റൂമിൻ്റെ 4 മതിലിൽ അകപ്പെട്ട് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പലപ്പോഴും ഡോക്ടേഴ്സിനെ കണ്ട് മരിക്കാൻ മരുന്ന് തരുന്നു ചോദിക്കുന്ന ഇത്തരം രോഗികൾക്ക് എങ്ങനെ മരുന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി നല്ലതാണ്, നോ ഡൗട്ട്. നമ്മുടെ ഇന്നത്തെ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ ഭക്ഷണ രീതികളാണ്. നമ്മൾ 4ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനും നമ്മൾ പഠിക്കുന്നുണ്ട് സമീകൃത ആഹാരം. എന്താണ് ഈ സമീകൃത ആഹാരം? സമീകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം റൈറ്റ് പ്രൊപ്പോർഷൻ, റൈറ്റ് ന്യൂട്രിയൻ നൈറ്റ് പ്രൊപ്പോർഷൻസ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം നമുക്ക് വേണ്ടതുണ്ട്. അതെങ്ങനെ? റൈറ്റ് പ്രൊപ്പോർഷൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് 2 പുട്ടും 2 പത്തിരിയും. ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്ന എന്താണ്? അരിഭക്ഷണങ്ങൾ. രാത്രി എന്ത് ഭക്ഷണം കഴിച്ചു? 2 ചപ്പാത്തി. എന്താണ്? 95% കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഒരു ജോലിയും ചെയ്യാത്ത ഒരാൾക്ക് 95% കാർബോഹൈഡ്രേറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സമീകൃതമല്ല. സമീകൃതമാണോ? അല്ല. ഇൻബാലൻസ് അല്ലെങ്കിൽ അൺബാലൻസ് ഡയറ്റ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം നമ്മൾ ഓരോ ദിവസങ്ങളും രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് പ്രൊപ്പോർഷൻ അല്ല, റൈറ്റ് ന്യൂട്രിയൻ്റ് അല്ല. ഇത് തന്നെയാണ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം. നാച്ചുറോപ്പതി പറഞ്ഞത് ഭക്ഷണത്തിലൂടെ മാറ്റാം, പക്ഷെ ചില രോഗങ്ങൾ മാത്രം മാറ്റിയെടുക്കാം. അപ്പം എല്ലാ രോഗങ്ങളും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരിക്കലും പരിപൂർണമായി മാറ്റാൻ പറ്റണം എന്നില്ല. മരുന്നുകൾ നിർബന്ധമാണ്, മരുന്നുകൾ വളരെ നിർബന്ധമാണ്. റൈറ്റ് ടൈം റൈറ്റ് ചികിത്സ ലഭിക്കുന്നില്ല. ഒരു പ്രമേഹ രോഗി കൃത്യമായി മരുന്നുകൾ കുടിക്കുന്നില്ല, എന്താണ് സംഭവിക്കുക? അയാളുടെ കണ്ണ് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. നോ ഡ്രഗ് ഈസ് ഫ്രീ ഫ്രം ടോക്സിറ്റി. ഈ ഭൂമിയിൽ ഒരു മരുന്ന് നല്ലതല്ല. ഈ ഭൂമിയിൽ ഒരു മരുന്നും നല്ലതല്ല. എല്ലാ മരുന്നുകളും ടോക്സിക്കാണ്. മരുന്നുകളില്ലാത്ത ലോകമാണോ? അതാണ് ഏറ്റവും ബെസ്റ്റ് ലോകം. മരുന്നുകളില്ലാതെ നമുക്ക് എങ്ങനെ രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാം? പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്, നോ ഡൗട്ട്. പ്രകൃതി നല്ലതാണ്, പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ എല്ലാ രോഗങ്ങളും പ്രകൃതിയാൽ മാറ്റപ്പെടാം അല്ലെങ്കിൽ ചികിത്സിക്കാം എന്നുള്ള കാര്യം തെറ്റായ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ബ്രാഞ്ചുകളും അലോപ്പതിൻ്റെ ഗുണങ്ങളുണ്ട്, ഹോമിയോൻ്റെ ഗുണങ്ങളുണ്ട്, നേച്ചുറോപ്പതിൻ്റെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അലർജി, ആസ്മ രോഗങ്ങൾ വളരെയധികം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ള വച്ചായ സത്യം മനസ്സിലാക്കുന്നുണ്ട്. 78% ആളുകളും അൺഡയഗ്നോസ്ഡ് ആണ്, രോഗങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നില്ല. 81% ആളുകളും അൺട്രീറ്റഡ്. സ്മോക്കിംഗ്, ഈ COPD ഒരു പ്രധാന കാരണം എന്ന ക്രോണിക് കുറേ കാലങ്ങൾ ആരാണോ ബീഡി വലിച്ചിരിക്കുന്നത്, സിഗരറ്റിൻ്റെയും ബീഡിൻ്റെയും മീതം എഴുതി വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി ആരോഗ്യത്തിന് ഹാനികരം. എന്നാൽ ഡോക്ടർ പറയുന്നത് ബീഡി വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ പറ്റി പറയും അയാൾക്ക് വട്ടാണെന്ന് പറയും. അഥവാ ബീഡി വലിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ഡോക്ടർമാരോട് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കുന്ന ആളുകൾ നമ്മൾ കാണാൻ പറ്റും. ബീഡി വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രവൃത്തി? ഒരാളൊരു കടാരം കയ്യിലെടുത്ത് നെഞ്ചിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വലിയും ഓരോ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്റ്റീവ് സ്മോക്കിംഗ് അകത്തേക്ക് വലിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്നേഹിക്കുന്ന കുട്ടികളും അവർ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം അപകടകരമായ അവസ്ഥ. എന്ന ക്രോണിക് കുറേ കാലങ്ങൾ ആരാണോ പൊടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കുറേ കാലം ആരാണോ മാർബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേ കാലം ആരാണോ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രാഫിക് പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളിൽ 60-70 വയസ്സിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ചുമയും കഫക്കെട്ടും കൃത്യമായി ചികിത്സിക്കപ്പെടുന്നില്ല എങ്കിൽ COPD കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കൽ COPD എത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് 78% ആളുകളും അൺട്രീറ്റഡ് ആൻഡ് 81% ആളുകളും 78% ആളുകളും അൺഡയഗ്നോസ്ഡ്, 81% ആളുകൾ അൺട്രീറ്റഡ്. കൃത്യമായ ചികിത്സകൾ ലഭിക്കുന്നില്ല. COPD, ആസ്മ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സാ രീതികളാണ് ഇത്തരം അടിക്കുന്ന മരുന്നുകൾ. പക്ഷെ നമ്മുടെ പൊതുജനങ്ങൾ പൊതുവെ പറയാറുണ്ടെന്ന് ഇത്തരം അടിക്കുന്ന മരുന്നുകളൊന്നും നല്ലതല്ല, അവസാനത്തെ മരുന്നുകളാണ്, ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിന് അടിമപ്പെട്ടു ജീവിതകാലം മൊത്തം അടിക്കേണ്ടി വരും, ഡോസ് കൂടിയ മരുന്നുകളാണ്. പക്ഷെ ഇന്ന് WHO ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇത്തരം മരുന്നുകൾ ഏറ്റവും ബെസ്റ്റ് ചികിത്സാ രീതിയാണ്. ഒരു ഗുളികൻ്റെ 40 ഭാഗം എവിടെയാണോ രോഗം അവിടെ നേരിട്ട് വരുന്ന മരുന്നുകളാണ്. WHO കണക്ക് പ്രകാരം ഇത്തരം മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ 56% ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം അലർജി, തുമ്മലും മൂക്കടപ്പും കൂടുതൽ ഏത് ടൈമിലെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും നമ്മൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലാണ്. നമ്മുടെ രോഗത്തിൻ്റെ സെൻറ്ററുകൾ വീടുകളാണെങ്കിൽ പലപ്പോഴും 10,000 20,000 കൊടുത്ത് ടെസ്റ്റുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീട്ടിൻ്റെ അകത്ത് 15 വർഷം പഴക്കം ചെന്ന ബെഡുകളും 10 വർഷം പഴക്കം ചെന്ന തലയാണകളും രാത്രി കിടക്കുമ്പോൾ റൂം തുടക്കാത്തത് കൊണ്ടുള്ള പൊടികൾ കൊണ്ടാണ് നമ്മൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടാവുന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നില്ല. എന്തിൽ നിന്നാണോ രോഗം വരുന്നത് അത് തടയിലാണ് രോഗത്തിനുള്ള ഫലപ്രദമായ ചികിത്സ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അലോപ്പതി, നാച്ചുറോപ്പതി ഡോക്ടർമാരുടെ ചിന്തകളും വിശകലനങ്ങളും ശ്രോതാക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാജനകവും ഗൈഡൻസ് നൽകുന്നതുമായിരുന്നു. അവസാനം ചർച്ചയിൽ ഇടപെട്ട
അബ്ദുറഹ്മാൻ ഡോക്ടറോട് ചില സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സമയപരിമിതി കാരണം സദസ്സ് വിട്ടുപോയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരാശയം കഴിഞ്ഞ ജനറേഷൻ, കഴിഞ്ഞ കാലഘട്ടത്തിൽ വാർദ്ധക്യ സഹജമായ അവസ്ഥ അത് ഇപ്പോഴാണ് വയസ്സും ആയുസ്സും കൂടുതൽ ഈ ജനറേഷനിലാണ് എന്നാണ്. അത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനിൻ്റെ വാർദ്ധക്യം ആരോഗ്യപൂർണ്ണമായിരുന്നു. എന്നാൽ ഈ ജനറേഷൻ്റെ അവസ്ഥ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗങ്ങളാണ്, അസുഖങ്ങളാണ്, രോഗാതുരമായ വാർദ്ധക്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നേച്ചുറോപ്പതിയോട്, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിത രീതിയോട് ചില അലോപ്പതി ഡോക്ടർമാർ എന്തിനാണ് അസ്വാരസ്യം കാണിക്കുന്നത്, അസ്വസ്ഥത കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഇവിടെയുള്ള അലോപ്പതി ഡോക്ടർമാർ വിശദീകരിച്ചാൽ തിരക്കേടില്ല. എൻ്റെ സംശയം വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയിലാണ്. ഇവിടെ അലോപ്പതി ഡോക്ടറും നാച്ചുറോപ്പതി ഡോക്ടർമാരും നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ആപ്പിൾ ഫ്രൂട്ട്സ് കഴിക്കുക, അതിൽ വൈറ്റമിൻ ഇന്നതുണ്ട്. പച്ചക്കറികൾ കഴിക്കുക, അതിൽ വൈറ്റമിൻ എയും ബിയും സിയും ഒക്കെയുണ്ട്. അപ്പോൾ കൂടുതൽ നാരും വേരും ഒക്കെയുള്ള വെജിറ്റബിൾ ആഹാരങ്ങളെ പരിഗണിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന ഈ പച്ചക്കറികളും പഴങ്ങളും വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഇതിൽ 3 തരം വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, ഇത് കച്ചവട താല്പര്യത്തിന് വേണ്ടി വളർത്തുന്നത് രാസവളം ഉപയോഗിച്ച്, മണ്ണിൻ്റെ ജൈവപരമായ സവിശേഷതകളെ നശിപ്പിക്കുന്ന രാസവളം ഉപയോഗിച്ച് ഇവ കൃഷി ചെയ്യുന്നു. 2, ഇവ കേടുവരാതിരിക്കാൻ കീടനാശിനികൾ ഉപയോഗിക്കുന്നു, എൻഡോസൾഫാൻ പോലെയുള്ള. 3, ഇത് ആർട്ടിഫിഷ്യലായി പഴുപ്പിച്ചെടുക്കാൻ കാർബൈഡ് പോലെയുള്ള മറ്റ് രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നു. 4, മായം ചേർക്കുന്നു പല വസ്തുക്കളിലും. ഇങ്ങനെ ഈ വിഷമയവും രാസമയവുമായ പച്ചക്കറികളും പഴങ്ങളും അല്ലാതെ ജൈവ കൃഷിയിലൂടെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ ജൈവ കൃഷി സാർവത്രികവും അല്ല. സ്വന്തം വീടുകളില്ലാതെ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ 5 സെൻറ്റും 3 സെൻറ്റും 10 സെൻറ്റിലും ഫ്ലാറ്റ് ജീവിതശൈലിയും അല്ലാതെ വളരെ കുറഞ്ഞ സ്ഥലവുമാണുള്ളത്. അപ്പോൾ ഈ അപകടകരമായ വിനാശകരമായ ഈ പച്ചക്കറികളും പഴങ്ങളും നമ്മൾ പ്രകൃതി ചികിത്സ എന്ന പേരിലോ അതല്ലാത്ത പേരിലോ നിർദ്ദേശിച്ചാൽ ഇത് വാങ്ങിക്കഴിക്കുന്ന സാധുക്കളായ സാധാരണക്കാർ മാരകമായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ, മറ്റ് അപകടകരമായ രോഗങ്ങളെയും അഭിമുഖീകരിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതിന് എന്താണ് നാച്ചുറോപ്പതിക്കും അതുപോലെ അലോപ്പതിക്കുമൊക്കെ നിർദ്ദേശിക്കാനുള്ളത്? ഈ പച്ചക്കറി പഴങ്ങൾ എന്നതിലുപരിയായി ഈ പറഞ്ഞ വല്ല ആഹാര ക്രമീകരണത്തിൻ്റെ സംവിധാനവും നിർദ്ദേശങ്ങളോ ഇവിടെ സമർപ്പിക്കാനുണ്ടോ എന്നത് ഈ ഒരു സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായി എനിക്ക് തോന്നുന്നു. അത് സമർപ്പിക്കുകയാണ്. അലോപ്പതി, ആയുർവേദ, നാച്ചുറോപ്പതി ഡോക്ടർമാരിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും താല്പര്യപ്പെടുകയാണ്. ശ്രമണി. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച എല്ലാ കാര്യത്തിലും ഷർറ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അബ്ദുൽ കരീം സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സയിലുണ്ടാവും, ഡോക്ടർ മുഹമ്മദ് ഷാൻ്റെ ചികിത്സയിലും ഉണ്ടാവും. അലോപ്പതിയിലും അതിൻ്റെതായ നന്മകൾ ഒരുപാടുണ്ട്, അതിൻ്റെ തിന്മയുണ്ട്. അതേപോലെ തന്നെ നാച്ചുറോപ്പതിക്കും അതിൻ്റെതായ നന്മയുണ്ട്, തിന്മയുണ്ട്. നന്മകൾ നമ്മൾക്ക് എടുക്കാം, സ്വീകരിക്കാം. നമ്മളൊരിക്കലും അലോപ്പതി ഡോക്ടർ ഒരിക്കലും നാച്ചുറൽ ചികിത്സക്കെതിരല്ല. ഞാൻ പേഴ്സണലി മരുന്ന് വളരെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ PhD ലുക്കീമിയ ചെയ്യുന്നത് തന്നെ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് മാറി പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രോഗികൾക്ക് 1-2 വർഷം സുഖമായിട്ട് ജീവിക്കാമെന്നാണ് എൻ്റെ PhD തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അലോപ്പതി ഡോക്ടർമാർ നാച്ചുറൽ ചികിത്സക്കെതിരല്ല. പക്ഷെ ഇവിടെ എല്ലാവരും നമ്മളാണ് ശരി, 100% ശരി, നമ്മളാണ് വലുതെന്ന് പറയുന്നത് തെറ്റ്. അല്ലാഹു അക്ബർ. മനുഷ്യന്മാർ എല്ലാവരും സമന്മാരാണ്. എല്ലാവരിലും നന്മയുണ്ട്, തിന്മയുണ്ട്. നന്മകൾ കൂടുതലുള്ളത് നമുക്ക് അതെടുക്കാം, തിന്മകളെ നമ്മൾക്ക് അന്തസ്സോടെ ബഹുമാനപൂർവ്വം മാറ്റിവെക്കാം. ആരും ആരെയും കളിയാക്കരുത്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം തെളിയിക്കപ്പെടണം. നമ്മൾ വൈകാരികമായിട്ട് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് 3-4 രോഗികളെ കൊണ്ടുവന്നുകൊണ്ട് മാത്രമായില്ല. ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എനിക്ക് അലോപ്പതിൻ്റെ ഗുണം പറയാനുണ്ടാവും. അത് സദസ്സിൽ കൊണ്ടുവന്ന് അതിനെ സമയം ഇതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ 100 രോഗികൾ എടുക്കാം നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു 150 രോഗികൾ.
ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താം. 150 രോഗികൾ, ഭ്രാന്തുള്ള രോഗികൾ, 50 ഭ്രാന്തുള്ള രോഗികൾ അലോപ്പതിയിൽ വരുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു. പഠനം നമ്മൾക്ക് നടത്താം. 50 ഭ്രാന്തുള്ള രോഗികൾ നാച്ചുറോപ്പതിയിൽ പോകുന്നു, 50 ഭ്രാന്തുള്ള രോഗികൾ ജിന്ന് ചികിത്സന്മാരുടെ അടുത്ത് പോകും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാച്ചുറോപ്പതി പറയുന്ന അതേ ഗൗരവം, അതേ വികാരത്തോടെ കടപ്പുറത്തുനിന്ന് പറയും, നമ്മൾ നിങ്ങളെക്കാട്ടി ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, വെറും ജിന്ന് ചികിത്സ, ഒന്നും വേണ്ട, വെള്ളവും വേണ്ട, ഭക്ഷണം വേണ്ട, കുറച്ച് ധുവയും കുറച്ച് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി അതാണ് നല്ല ചികിത്സാ രീതി? നിങ്ങൾ തെളിയിക്കണം. 50 രോഗി അലോപ്പതി, 50 നാച്ചുറോപ്പതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാച്ചുറോപ്പതിക്കാർക്കും ജിന്ന് ചികിത്സകന്മാർക്കും അവരുടെ ട്രീറ്റ്മെൻറ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ പഠനം ചെയ്യാം, PhD ചെയ്യാം, തീസിസ് ചെയ്യാം. അത് അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണം. അല്ലാണ്ട് നമ്മൾ എല്ലാം വലുത് ശരി, 100% ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരിലും നന്മയുണ്ട്, നമ്മൾക്ക് നന്മകൾ എടുക്കാം, തിന്മ മാറ്റിയിരുത്താം. മരുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തീർച്ചയായിട്ടും മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ജലദോഷം, നേരത്തെ പറഞ്ഞു അതിന് ചികിത്സ ഒന്നും എടുക്കണ്ട എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ചിക്കൻ പോക്സ്, ഇതിനൊന്നും ചികിത്സ എടുക്കണ്ട എന്ന് വിശ്വസിക്കുന്ന 100% എടുക്കുന്ന വ്യക്തി. ഇതെല്ലാം വൈറസാണ്, അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ അത് നശിപ്പിക്കും. പക്ഷേ ചിക്കൻ പോക്സ് ബാധിച്ച് തലച്ചോറിന് ബാധിക്കും, അത് മെഡിക്കൽ കോളേജിലെത്തും. അത് നാച്ചുറോപ്പതിക്കാരും ആർക്കും പറയാൻ പറ്റില്ല, നമ്മൾ തെളിയിക്കും, നമ്മൾ രോഗികളെ കൊണ്ടുവരാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് തലച്ചോറിന് ബാധിക്കും, അപ്പം നിങ്ങൾ നമ്മളുടെ അടുത്ത് വരും. ന്യൂമോണിയ ബാധിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ വന്ന് ബ്ലഡിൽ വന്ന് അത് ഒരുപാട് ഇൻഫെക്ഷൻ വൈകിട്ട് വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വരുമ്പം അലോപ്പതി ഡോക്ടറിന് വരും. അവിടെ നിങ്ങൾ അലോപ്പതിനെ ആശ്രയിക്കും. അപ്പം എല്ലാറ്റിനും അതിൻ്റെതായ ഗുണമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. അല്ലാണ്ട് ഇത് മറ്റേത് തെറ്റ്, ഇത് മാത്രം ശരി, അത് ശരിയല്ല, ഒരു മനുഷ്യന് യോജിച്ചതല്ല. ലോകമെമ്പാടുമുള്ള അലോപ്പതി ഡോക്ടർമാർ തന്നെയാണ് നാച്ചുറോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുന്നതും. ഇത് പ്രകൃതി ചികിത്സകർ വേറൊരു കൂട്ടരല്ല, മറ്റവർ തന്നെ കൺവെർട്ട് ചെയ്തും ആളുകളെ ബോധ്യപ്പെടുത്തുക. ഞാൻ അതിന് ഉദാഹരണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഒരാൾക്ക് ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ വന്നാൽ അലോപ്പതിയിലേക്ക് തന്നെ പോവുക, ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും ഞാൻ പോവുക. അപ്പോൾ പരിഹസിക്കേണ്ട ആവശ്യവുമില്ല. അത് അവസാനത്തെ ഒരു രക്ഷയില്ലാത്ത മാർഗത്തിൽ ചെയ്താൽ മതി. മറ്റേത് കൊണ്ട് മരുന്നില്ലാതെ തന്നെ സുഖപ്പെടുമോ എന്ന ഒരു പരീക്ഷണം നടത്തണം എന്നേ പറയുന്നുള്ളൂ. അതൊരു തർക്കവിതർക്കത്തിൻ്റെ പ്രശ്നമല്ല. ആളുകൾക്ക് ആശങ്കകൾ ഉണ്ടാകരുത്. മനുഷ്യൻ തൻ്റെ രോഗവുമായി ആരോഗ്യവുമായി ആശങ്കയിലാണ്. അപ്പോൾ അവരുടെ ഭക്ഷണ ജീവിത രീതികൾ അല്പസ്വല്പം ഒന്ന് മാറ്റിക്കൊടുക്കുമ്പോഴേക്കും റിലീഫ് കാണുന്നുണ്ട്. അത്തരം രോഗങ്ങളെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. മാനസിക രോഗത്തിന് പ്രകീത്സയിൽ പരിഹാരമില്ല. ഭ്രാന്തന്മാരെ പ്രകീത്സയിൽ ആശുപത്രിയിൽ പറഞ്ഞേക്കണ്ട, കുതിരവട്ടത്തേക്ക് തന്നെ വിട്ടാൽ മതി, അവിടെ അതേ ഫലിക്കൂ. അത് ഇതിൻ്റെ പോരായ്മയാണ്. പ്രകീത്സ 100% ചികിത്സാ ശാസ്ത്രവുമല്ല. ഇതിന് ചികിത്സ ആളുകൾ പറഞ്ഞതാ. ഇത് നാച്ചുറൽ ഹൈജീൻ സിസ്റ്റമാണ്, പ്രകൃതി ജീവന രീതി. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ രോഗങ്ങളെ ഭയപ്പെടാതെ മരുന്നുകളിൽ നിന്നും മോചനം നേടി ജീവിക്കാമെന്നതാ. മറ്റൊന്ന്, മരണത്തെയൊന്നും ചികിത്സയുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. 63-ാം വയസ്സിൽ പ്രവാചകൻ മരിച്ചപ്പോൾ 4 പാരസെറ്റമോൾ കുടിപ്പിച്ചിരുന്നെങ്കിൽ അയാൾ വീണ്ടും ജീവിക്കുമായിരുന്നോ? ചികിത്സകൻ ഒരിക്കലും രോഗികളും മരണത്തെ ചികിത്സയുമായി ബന്ധിപ്പിക്കരുത്. മരണം അതിൻ്റെ നിശ്ചിത സമയത്ത് നടക്കും. ഷാൻ ഡോക്ടർ തുടക്കത്തിലൂടെ പറഞ്ഞല്ലോ, 2 മരുന്നില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന്, മരണത്തിനും വാർദ്ധക്യത്തിനും. പിന്നെ മരണത്തെ എന്തിനാണ് ഡോക്ടർമാർ ഇതിലേക്ക് കൂട്ടിക്കെട്ടുന്നത്? അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിഷം കഴിച്ചാലും മരിക്കൂല നിശ്ചിത സമയമെത്താതെ. എത്ര ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് കരൾ പോയാലും മരിക്കില്ല നിശ്ചിത സമയമാവാതെ. ഒരു മരുന്നും കഴിക്കാത്തവനും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നും വരും. മരണത്തെ ചികിത്സയുമായി ബന്ധപ്പെടുത്തരുത് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ദൈവികമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. അടുത്ത ചോദ്യം, എന്താണ് ഈ വിഷമുള്ള ഭക്ഷണം? ഈ പഴങ്ങളും അത് ഡോക്ടർമാരും വിശദീകരിച്ച് കണ്ടില്ല, ഞാൻ മാത്രം പറയേണ്ട ഒരു വിഷയവുമല്ലത്. ഇവിടെ കാണിച്ചിരുന്നു പഴങ്ങളെയും പച്ചക്കറികളെയൊക്കെ. പഴങ്ങളിലും പച്ചക്കറികളിലും മാത്രമല്ലല്ലോ, ചിക്കൻ അടിക്കുന്നിടത്ത് എന്താ ഈ ചോദ്യം വരാത്തത്? അവിടെയും കുത്തിവെക്കുന്നുണ്ടല്ലോ പോയ്സൺ. അരിപ്പൊടിയിലില്ലേ, മുളക് പൊടിയിലില്ലേ? നമ്മൾ കഴിക്കുന്ന സർവ്വ വസ്തുക്കളിലും ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഗൈദിന്നാസ്. മനുഷ്യനല്ലേ വിഷം കുത്തി നിറക്കുന്നത്. ഇത്രയും സൗമ്യ ഡോക്ടർ ഇവിടെ പറഞ്ഞു, ഒരു ഹോർലിക്സ്, എത്ര വിഷമുണ്ട്? ഇങ്ങനെ വിഷം കുത്തി നിറച്ചതേ കിട്ടാനുള്ളൂ. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൃഷി ചെയ്യാനൊന്നും ആവില്ല, ഇരിക്കട്ടെ. എന്നാലും
എല്ലാറ്റിലും വിഷമുള്ള സ്ഥിതിക്ക് നമ്മളുടെ കൈ പോകുന്നത് ഏറ്റവും പോഷകമുള്ളതിലേക്കാണ്. അത് പഴങ്ങളിലും പച്ചക്കറികളിലുമാണ്. ആ ഒന്ന്. രണ്ട്, വിഷമുണ്ടെങ്കിലും പോഷകം കൂടുതൽ അതിലാണ്. രണ്ട്, മണ്ണിലിടുന്നതൊന്നും വിഷങ്ങളൊന്നും കാര്യമായിട്ട് വരില്ല. അത് പ്യൂരിഫൈ ചെയ്തിട്ട് ആണ് കായ്ക്കനികൾ ഉണ്ടാകുന്നത്. രണ്ട്, തോട്ടത്തിൽ വെച്ച് അടിക്കുന്ന വിഷങ്ങളൊന്നും നമ്മുടെ ഇതിൽ കാര്യമായിട്ടുണ്ടാവില്ല. വെയിലും മഴയും മഞ്ഞും കൊണ്ടത് നിർവീര്യമായിട്ടുണ്ടാകും. പിന്നെയും അതിൽ അവശേഷിക്കുന്നുണ്ടാകാം. അത് ഈൽഡിങ് എടുത്തതിന് ശേഷം, വിളവെടുപ്പിന് ശേഷം റൂമിൽ വെച്ചും മറ്റും അടിക്കുന്ന വിഷങ്ങളാണ്. ആ വിഷങ്ങളാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. അതിന് ചില മാർഗങ്ങളുണ്ട്. 1-2 മണിക്കൂർ പച്ചവെള്ളത്തിൽ മുക്കി വെച്ചാൽ ഏത് വിഷവും നിർവീര്യമാകും. വിഷം കുടിച്ചവനെ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാൽ വെള്ളം കുടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. പച്ചവെള്ളത്തിന് വിഷത്തെ നിർവീര്യമാക്കാൻ കഴിവുണ്ട്. എന്നേക്കും ഇയാൾ മരുന്ന് കഴിച്ച് ജീവിക്കുന്നത് ജീവിച്ചോട്ടെ, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മുഴുവൻ അവർ ജീവിതകാലം മുഴുവൻ സഹിച്ചോട്ടെ എന്ന് പറയുന്ന അതിനോടാണ് പ്രകൃതി രീതികൾ ചോദ്യം ചെയ്യുന്നത്. അലോപ്പതി എന്നുള്ള ചികിത്സാ സമ്പ്രദായത്തിനോടല്ല പ്രകൃതി ചികിത്സ ഒന്നും പറയുന്നത്, അല്ലെങ്കിൽ അതിനെതിരുമല്ല. ചികിത്സാശാസ്ത്രം ഇറ്റ്സ് എ വണ്ടർഫുൾ സയൻസ് ആൻഡ് വി റെസ്പെക്റ്റ് ഓൾ ദ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അനാവശ്യമായ ഒരു മരുന്ന് ചികിത്സ എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ വിമർശിക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പം ഡോക്ടർമാർ തന്നെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ഇപ്പോൾ പറഞ്ഞ ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ്, മാർട്ടിൻഡേൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്. ഈ പുസ്തകങ്ങളെല്ലാം എന്താണോ ഒരു രോഗത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറയുന്നോ അത് അതേപോലെ ചെയ്യാൻ മാത്രമേ പ്രകൃതി രീതികൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പം മാർട്ടിൻഡേലിൽ ഫീവർ, പനിയെ എങ്ങനെ സമീപിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 106 ഡിഗ്രി വരെ വരുന്ന പനിക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് മെഡിക്കൽ ടെക്സ്റ്റാണ് പറയുന്നത്, ഒരു പ്രകൃതി ചികിത്സയല്ല. ശരീരം ഒരു വിവരമല്ലാത്ത സാധനമാണെന്നാണ് മനസ്സിലാക്കിയത്. ശരീരം അതിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല. ശരീരത്തിൻ്റെ ആ കോമൺ സെൻസിനെ നിങ്ങൾ അനുവദിക്കുക, അത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുകയും അനുവദിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രോഗം വരുന്നില്ല. ഒരു ആസ്മ രോഗവും ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ഉണ്ടാവുന്നില്ല. ലങ്സ് ഇതേപോലെ തകരാറാവുന്നത് ഒരു സുപ്രഭാതത്തിലല്ല, അല്ലെങ്കിൽ ഹാർട്ട് ഒരു സുപ്രഭാതത്തിൽ അടിച്ചു പോണ സാധനമല്ല. കിഡ്നി എന്തോ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പണിമുടക്കുന്ന ഒരു സംവിധാനമാണെന്നാണോ കരുതിയത്? ഒന്നുമല്ല. മനുഷ്യ ശരീരം കൃത്യമായ വാണിംഗ് ഓരോ സെക്കൻഡിലും ഓരോ സമയവും നിങ്ങൾക്ക് തരും. ശ്വാസം മുട്ടൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ശക്തമായ ജലദോഷം വരുന്നുണ്ട്. ജലദോഷത്തെ നിങ്ങൾ അവഗണിക്കുന്നു. നല്ല കഫക്കെട്ട് വരുന്നു, അതിനെ നിങ്ങൾ അവഗണിക്കുന്നു. എന്നിട്ടും ശരീരം ചുമച്ച് പാടുപെട്ട് ഈ കഫത്തെ പറിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെ ആൻറ്റിബയോട്ടിക്സ് എടുത്ത് അവിടെയും അടിച്ചു വയ്ക്കുന്നു. ശ്വാസം മുട്ട് അനുഭവിക്കുന്നത് നിങ്ങളല്ല. ഈ കഫമാലിന്യങ്ങളിൽ കിടന്ന് ശ്വാസകോശം അനുഭവിക്കുന്ന പങ്കപ്പാടാണ് ശ്വാസം മുട്ടായിട്ട് നിങ്ങൾ അറിയുന്നത്. പുക വലിക്കരുത്. ഇതൊക്കെ ഒരു മനുഷ്യനോട് എത്ര അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണോ? അപ്പോൾ ഇങ്ങനെ വരുത്തി തീർക്കുന്ന രോഗങ്ങൾക്ക് എന്ത് പരിഹാരമാണ് മരുന്ന് കൊടുക്കുന്നത്? തൽക്കാലത്തേക്കൊരു റിലീഫ് തരും, ശരി തന്നെ. നമ്മൾ ഈ ഇൻഹൈലർ ഒന്ന് അടിച്ചാൽ ആ ഒരു പങ്കപ്പാടിന് നമുക്ക് ആശ്വാസം കിട്ടും. അതടിക്കുന്ന ഒരു രോഗിയോട് ഇപ്പം നിങ്ങളിത് നിർത്തണം നല്ല പ്രകൃതി ചികിത്സ ആവശ്യപ്പെടുന്നത്. ആ ക്രിട്ടിക്കൽ ടൈമിൽ നിങ്ങൾ അതടിക്കണം. നിങ്ങളെ ജീവൻ എടുക്കുകയല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ രക്ഷപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ ആ